ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലേ ഇത്? പിന്നെ മറ്റേയാളെ കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണെന്നോ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി, രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ എന്ന് അഭിപ്രായം പറയുന്നത്? പത്തനാപുരത്ത് എടുത്ത അഭിപ്രായം പറഞ്ഞു. അവൻ്റെ പ്രധാന ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചുപറിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ദയനീയമായി തോറ്റ ആളാണ്. അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. കല്യാണം കഴിച്ച് 2 പിള്ളേരായിട്ട് KSU എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാൻ? പിന്നെന്താ, അതിനെന്താ, നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്ത്? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എൻ്റെ വോട്ട് കൊടുക്കും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എൻ്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോടൊന്നും ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടുന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗറാണ്, ഒരു SC നഗറാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അവര് ആസ്വദിക്കട്ടെ. ഇത് തന്നെ സുഖമല്ലേ? ഇത് വായിക്കുന്ന ഒരു സുഖം, മനസ്സിലായില്ലേ? ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പൊ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ, എളുപ്പമുണ്ട്. ഞാനും സുമതിക്കുട്ടി അമ്മയും തമ്മിൽ പ്രണയത്തിനാണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടി അമ്മയെ ആർക്കും അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. അവർ രണ്ടുപേരെയും അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാം. ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. ഭൂരിപക്ഷത്തിനില്ല, കുറേ ആൾക്കാർക്കുണ്ട്. അതിൻ്റെ ഭാഗമാണ് അവർ പീപ്പിയിട്ട് ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ചിലർ പറയുന്നത് 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ബാലകൃഷ്ണ പിള്ള ഒരു പരാജയത്തിലേക്ക്. അതൊക്കെ ജാതകം നോക്കിയാന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പിന്നെ പത്തനാപുരം നിയമത്തിൽ പണ്ട് പറയായിരുന്നു ഒരു MLA 2 പ്രാവശ്യത്തിനുള്ളിൽ ജയിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഒരു അനാചാരം ഉണ്ടായിരുന്നു. ഒരു MLAയും ഇവിടെ 2 പ്രാവശ്യത്തിനുള്ളിൽ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 5 തവണ ജയിച്ചില്ലേ. ഇതൊക്കെ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളാണ്. ഇത് പിന്നെ പൂച്ച കുറുക്കിനിയാടി എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണ്. കുന്താലിയും കൊണ്ടുവരുന്ന ആളിനെ കണ്ട ശകുനപ്പഴയാണ്. അയാൾ വന്ന് വീട്ടിൽ പറമ്പിൽ കിളച്ച് മരച്ചീനിയും വാഴയും വെച്ച് തന്ന് അതെടുത്ത് തിന്നുന്നതിൽ ഒരു ദണ്ണമില്ല. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ രാശിയും ഗീശിയൊന്നുമില്ല. ജനങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്, അവർ ജയിപ്പിക്കും. അതിന് ഏത് രാശിയായാലും കുഴപ്പമില്ല, ഏത് ചെന്നിരാശിയായാലും കുഴപ്പമില്ല. എനിക്കിതിലൊന്നും വിശ്വാസം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒരു ആശങ്കയും വേണ്ട. ഇത് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ എടുത്തപ്പോൾ ഇന്നലെ NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത, അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിക്കുന്നതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിൽക്കണം എന്ന് എൻ്റെ അച്ഛൻ മരിക്കുന്നതിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. അതിന് എനിക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല. അദ്ദേഹം എനിക്ക് തന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഒന്നും വേണ്ട, ഇനി ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് എന്നെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തത്. എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ്, നാളെ രാവിലെ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് എനിക്ക് തന്നത്. അദ്ദേഹം തീരുമാനിക്കും അക്കാര്യങ്ങളിൽ. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. NSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു മകനെ പോലെ ഒരാളാണ്. ഞാൻ പ്രായത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം ഇതിനെ നയിച്ച് പരിചയമുള്ള വലിയ NSSൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അദ്ദേഹം എങ്ങനെ പറയുന്നു അതുപോലെയായിരിക്കും പത്തനാപുരം താലൂക്കിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പം എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ല. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ പരിചയസമ്പന്നനാണ്. പക്ഷേ അദ്ദേഹത്തെ പരിചയസമ്പന്നനായ സുകുമാരൻ നായർ സാർ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ താലൂക്കിനെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളൂ. അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട. NSS ഒന്നും എനിക്കെതിരല്ല. നായർ എനിക്കെതിരാണെന്ന് പറയുക, ഈഴവർ എനിക്കെതിരാണെന്ന് പറയുക, ഒന്നുമല്ല. ആരും എനിക്കെതിരല്ല. എനിക്ക് ജാതിയില്ല, മതമില്ല. ഞാനൊരു കലാകാരനായി ജീവിച്ചവനാണ്. എനിക്ക് ജാതി മതമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും നിങ്ങളേത് ജാതിയാണെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു കാര്യത്തിൽ വരുന്ന നിങ്ങളേത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. അത് ഈ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. പറയുന്നവർക്ക് ഏത് ലേഖയ്ക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.